ഹലോ വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ഇൻഫിനിറ്റ് സീരീസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റേഷ്യോ ടെസ്റ്റാണ്. ഇതുവരെ നമ്മൾ സീരീസിൻ്റെ കൺവെർജൻസ് അറിയാനായിട്ട് പലതരം ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഡൈവർജൻസ് ടെസ്റ്റ്, ഇൻ്റഗ്രൽ ടെസ്റ്റ്, ദെൻ കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, അങ്ങനെ പലതരം ടെസ്റ്റുകൾ പഠിച്ചു. അതിൽ കമ്പാരിസൺ ടെസ്റ്റും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സീരീസിനെ വേറെ ഒരു സീരീസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്നുള്ള ചെക്കിങ് നടത്തുന്നത്. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വേറെ ഒരു സീരീസും എടുക്കുന്നില്ല, നമ്മുടെ കയ്യിലുള്ള സീരീസ് വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് റേഷ്യോ ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ determine the absolute convergence. absolute convergence ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റേഷ്യോ ടെസ്റ്റ് എന്ന് നോക്കാം. സോ റേഷ്യോ ടെസ്റ്റ് സേസ് ദാറ്റ് ലെറ്റ് സിഗ്മ എ എൻ ബി എ സീരീസ് വിത്ത് നോൺ സീറോ ടേംസ്. വി ഹാവ് എ സീരീസ് വിത്ത് നോൺ സീറോ ടേംസ് ബിക്കോസ് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് വി വിൽ ടേക്ക് ദ റേഷ്യോ ഓഫ് എ എൻ പ്ലസ് 1 ബൈ എ എൻ. സോ ഇഫ് എനി എ എൻ ഇസ് ഈക്വൽ ടു 0 നമുക്കിത് ഡിഫൈൻഡ് അല്ലാതെ വരും. എ എൻ പ്ലസ് 1 ബൈ എ എൻ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ലാതെ വരും, ഡിഫൈൻഡ് അല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, ഈച്ച് എ എൻ ഷുഡ് ബി നോൺ സീറോ. നോൺ സീറോ ആവണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. സോ റേഷ്യോ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വി ആർ ഫൈൻഡിങ് limit of absolute value of an plus 1 by an. ഈ ലിമിറ്റ് എൽ ആണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ലിമിറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എൽ ആണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് വിചാരിക്കാം. ഇഫ് ദിസ് എൽ ഈസ് ലെസ് ദാൻ 1, so if the limit of absolute value of an plus 1 by an is less than 1, then sigma n equal to 1 to infinity a എന്ന് പറയുന്നത് absolutely convergent ആയിരിക്കും. It converges absolutely. ഇനി ഈ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് വന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റി ആയി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ 1 പറഞ്ഞു, ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞു. ലെസ് ദാൻ 1 ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവർജൻറ്റ്. അപ്പോൾ പിന്നെ ഈക്വൽ ടു 1 ആയാലോ? ഈക്വൽ ടു 1 ആവുന്ന കേസിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സീരീസിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കൺവേർജൻ്റ് ആവാം, അല്ലെങ്കിൽ അത് ഡൈവർജൻ്റ് ആവാം. Okay, so we cannot say anything about the convergence of given series. So നമ്മൾ പറയും the test is inconclusive. We cannot arrive at any conclusion. Okay, അപ്പോൾ അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളതിൻ്റെ ചെക്കിങ് നടത്തേണ്ടി വരും. ഓക്കെ, സോ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവർജൻറ്റ്, ഈക്വൽ ടു 1 ആയാൽ ഒന്നും പറയണ്ട, വി കനോട്ട് സേ എനിത്തിങ് അബൌട്ട് ദ കൺവേർജൻസ്. സോ നമുക്ക് നോക്കാം ഇത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ പോകണമെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ റേഷ്യോ ടെസ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിഗ്മ എ എൻ എന്ന് പറയുന്ന സീരീസിലെ എല്ലാ എ എന്നുകളും പോസിറ്റീവാണ് എന്ന് വിചാരിക്കാം. പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എൻ തന്നെയാണ്. സോ സമ്മേഷൻ ഓവർ എൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എൻ ഇസ് സമ്മേഷൻ ഓവർ എൻ എ എൻ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന സീരീസ് സമ്മേഷൻ ഓവർ എൻ എ എൻ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമ്മേഷൻ ഓവർ എൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എൻ കൺവെർജൻ്റ് ആണെന്നാണ്. എന്ന് വെച്ചാൽ അത് സിഗ്മ എ എൻ തന്നെയാണ്. അപ്പോൾ പോസിറ്റീവ് ടേംസിൻ്റെ സീരീസ് ആണെങ്കിൽ നമുക്ക് സാധാരണ കൺവെർജൻസിനെ പറ്റി പറയാൻ തന്നെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ പോസിറ്റീവ് ടേംസിൻ്റെ അല്ല എന്ന് തന്നെ ഇരുന്നോട്ടെ, ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണ് എന്ന് നമുക്കറിയാം.
Okay, so if we conclude a sequence is absolutely convergent using ratio test, then that series is convergent. കാരണം absolute convergence implies convergence. Absolutely convergent ആണെങ്കിൽ convergent ആണ്. സോ നമുക്ക് കൺവെർജൻസിനെ കുറിച്ച് പറയാനും ഇത് ഉപയോഗിക്കാൻ പറ്റും absolutely convergent ആവുന്ന കേസിൽ. പക്ഷേ absolutely convergent അല്ല എന്നാണ് കിട്ടുന്നതെങ്കിൽ still we don't have any problem because L greater than 1 ആവുമ്പോഴാണ് നമുക്കൊന്നും പറയാൻ പറ്റാതെ വരിക. അതായത് L greater than 1 ആവുമ്പോഴാണ് ഡൈവർജൻ്റ് ആണെന്ന് നമ്മൾ പറയുക. അവിടെ ഡൈവർജൻ്റ് ആണെന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ. Now നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Determine whether the series summation over n minus 1 to the power n minus 1 n square plus 1 divided by 2 power n is absolutely convergent or conditionally convergent or divergent. Okay, നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. അത് absolutely convergent ആണോ, conditionally convergent ആണോ, divergent ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീരീസിലെ nth ടേം എന്ന് പറയുന്നത് -1 to the power n minus 1 n square plus 1 divided by 2 power n എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ an ആയിട്ട് എടുക്കുന്നത്. ഇനി an plus 1 എന്താണ് എന്ന് കിട്ടാനായിട്ട് എവിടെയാണോ n ഉള്ളത് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ n plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദാറ്റ് an plus 1 is -1 to the power n plus 1 whole square plus 1 divided by 2 power n plus 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an പ്ലസ് 1 ബൈ an എന്താണെന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1. സോ an പ്ലസ് 1ൻ്റെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1 to the power n plus 1 the whole square plus 1 divided by 2 power n plus 1 divided by an. an is -1 to the power n minus 1 n square plus 1 divided by 2 power n. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് an നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്നാലേ നമുക്ക് താഴെ ഇതിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സോ an നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ഒബ്സർവ് ചെയ്യണം. ഇനി absolute value of -1 to the power n. -1 to the power n absolute value എടുക്കുമ്പോൾ അത് വെറും 1 ആണ്. അതുപോലെ താഴെ -1 to the power n minus 1 എന്ന് പറയുന്നതും absolute value എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഇവിടെയുള്ളവരെല്ലാം പോസിറ്റീവാണ്. n പ്ലസ് 1 the whole square പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 power n പ്ലസ് 1. താഴെയാണെങ്കിൽ n square പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 power n. എല്ലാം പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 the whole square പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 power n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 1 ബൈ 2 power n. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യലാണ്. സോ നമുക്കിതിനെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, മുകളിലുള്ള ന്യൂമറേറ്റർ ഞാൻ അങ്ങനെ തന്നെ എഴുതി, n പ്ലസ് 1 the whole square പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 power n പ്ലസ് 1 ഇൻറ്റു 2 power n ബൈ n സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? ഹിയർ 2 power n ബൈ 2 power n പ്ലസ് 1 എന്ന് പറയുന്നത് 1/2 ആണ്. സോ വി ഹാവ് എ 1/2. ഇത് രണ്ടും കൂടി നമുക്കിവിടെ ഒരു 1/2നെ തരും. ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്നിൻ്റെ ടേംസിലുള്ള പോളിനോമിയൽ ഫോമിലാണ്. മുകളിൽ നമുക്ക് എന്നിൻ്റെ മാക്സിമം പവർ വരാൻ പോകുന്നത് n സ്ക്വയർ ആയിരിക്കും. താഴെയും എന്നിൻ്റെ മാക്സിമം പവർ വരുന്നത് n സ്ക്വയർ തന്നെയാണ്. n സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും മുകളിലും താഴെയും 1 തന്നെയാണ്. സോ ദിസ് വിൽ ഗോ ടു 1. ഓക്കെ, പിന്നെ ഓൾറെഡി നമുക്കൊരു 1/2 ഉണ്ട്. സോ ദ ലിമിറ്റ് വിൽ ബി 1/2. ഇറ്റ് ഇസ് ലെസ് ദാൻ 1. സോ ഹിയർ L ലെസ് ദാൻ 1 എന്ന് കിട്ടി. ഇഫ് L ഇസ് ലെസ് ദാൻ 1, റേഷ്യോ ടെസ്റ്റ് പ്രകാരം ദ സീരീസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവർജൻ്റ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി.
നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഡിറ്റർമിൻ വെദർ ദ സീരീസ് സമ്മേഷൻ ഓവർ n ഫാക്ടോറിയൽ ബൈ n പവർ n ഇസ് കൺവേർജൻറ്റ് ഓർ ഡൈവർജൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം, സിഗ്മ എ എൻ എന്ന് പറയുന്നത് ദിസ് ഇസ് എ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ കൺവേർജൻസ് ഓഫ് ദാറ്റ് സീരീസ്. സോ ഇവിടെ എ എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n പവർ n ആണ്. ഇത് പോസിറ്റീവാണ്. അതുമാത്രമല്ല എ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്നിൻ്റെ സ്ഥാനത്ത് n+1 കൊടുത്താൽ n+1 ഫാക്ടോറിയൽ ബൈ n+1 റേസ് ടു n+1. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an+1 ബൈ an എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കിനി അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സിമ്പൽ ഇവിടെ ആവശ്യമില്ല. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 ഇസ് n+1 ഫാക്ടോറിയൽ ബൈ n+1 റേസ് ടു n+1 ബൈ n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n. ഓക്കെ, ഇനി ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം അവിടെ എന്താ സംഭവിക്കണേന്ന്. ഹിയർ യു ഹാവ് n+1 ഫാക്ടോറിയൽ, ഹിയർ യു ഹാവ് n ഫാക്ടോറിയൽ. ഈ n+1 ഫാക്ടോറിയൽ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് സെയിം ആസ് n+1 ഇൻറ്റു n ഫാക്ടോറിയൽ. സോ ഒരു ബൈ n ഫാക്ടോറിയലും കൂടി വരുമ്പോൾ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യും. ബാക്കി നമുക്കിവിടെ ഉണ്ടാവുക n+1 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത രണ്ടാൾക്കാർ പോയി, ബാക്കി n+1 മാത്രമേ ഉള്ളൂ. ഇനി എന്താ ഉള്ളത്? ഒരു n റേസ് ടു n. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്? n+1 ഇൻറ്റു n റേസ് ടു n ബൈ n+1 റേസ് ടു n+1. സോ ഒരു n+1 നമുക്കിവിടെ ക്യാൻസലാവും. ബാക്കി ഉണ്ടാവുക n റേസ് ടു n ബൈ n+1 റേസ് ടു n. അതായത് n ബൈ n+1 ദ ഹോൾ പവർ n എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് സെയിം ആസ് 1 ബൈ 1+1 ബൈ n ഹോൾ പവർ n. താഴെ നിന്നും മുകളിൽ നിന്നും ഒരു n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ സ്റ്റിൽ ഞാനൊരു കുറച്ചൊന്ന് റബ്ബ് ചെയ്യട്ടെ ഇവിടെ. സോ ഇതിനെ എനിക്കിപ്പോൾ 1 ബൈ 1+1 ബൈ n ഹോൾ പവർ n എന്ന് എഴുതാം. ബിക്കോസ് മുകളിൽ 1 പവർ n ഇറ്റ് ഈസ് 1 ഇറ്റ് സെൽഫ്. ഇനിയുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. ലിമിറ്റ് ഓഫ് 1+1 by n the whole power n is e, exponential e, Euler's number. Okay, and this e lies between 2 and 3. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 1+1 by n the whole power n ൻ്റെ ലിമിറ്റ് e ആണ്. ആൻഡ് അതിൻ്റെ വാല്യൂ 2വിനേക്കാൾ വലുത് 3യേക്കാൾ ചെറുതാണ്. ഓക്കെ, സോ ഇവിടെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 1 ബൈ 1+1 ബൈ n ദ ഹോൾ പവർ n എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ദാറ്റ് മീൻസ് ദിസ് കൺവേർജസ് ടു ന്യൂമറേറ്റർ കൺവേർജസ് ടു 1, ഡിനോമിനേറ്റർ കൺവേർജസ് ടു e. സോ 1 ബൈ e വിച്ച് ഇസ് ലെസ് ദാൻ 1 ബിക്കോസ് ഇൻ്റെ വാല്യൂ 2വിനേക്കാൾ വലുതാണ്. അപ്പോൾ 1 ബൈ ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ബൈ 2വിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ അത് 1നേക്കാൾ ചെറുതാണ്. ഇപ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവെർജൻ്റ് ആണ് എന്ന് പറയാം. ബിക്കോസ് ഇവിടെ L 1 ബൈ ഇ ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 1. സോ ദിസ് സീരീസ് കൺവേർജസ് ബൈ റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, നൗ I will consider one more problem. Determine whether the series summation over n minus 1 to the power n factorial by 3 power n is convergent or divergent. ഇവിടെ a എന്ന് പറയുന്നത് ആരാണ്? -1 to the power n factorial by 3 power n. an plus 1 is -1 to the power n plus 1 n plus 1 factorial by 3 power n plus 1. ഇവിടെയും നമുക്ക് ഒരു കാര്യം ഷുവറാണ്,
ഈ എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവുന്നില്ല. ഓക്കെ, ഇനി നമ്മളപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി absolute value of an plus 1 by an equal to limit n tends to infinity an plus 1ൻ്റെയും anൻ്റെയും എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ അബ്സല്യൂട്ട് വാല്യൂ സിമ്പിൾ, അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു -1 ടു ദ പവർ n പ്ലസ് 1 ഉണ്ട്, താഴെ -1 ടു ദ പവർ n ഉണ്ട്. ഇത് രണ്ടും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 1 ആയിട്ട് മാറും. ബാക്കിയുള്ളത് പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n plus 1 factorial by 3 power n plus 1 divided by n factorial by 3 power n. വീണ്ടും ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n plus 1 factorial by 3 power n plus 1 ഇൻറ്റു 3 power n by n factorial. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3 power n ഇവിടെയുണ്ട്, 3 power n plus 1 ഇവിടെയുണ്ട്. ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു 3 മാത്രം ഇവിടെ ബാക്കി വരും. ഇനി ഇവിടെ ആണെങ്കിൽ ഒരു n plus 1 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ n ഫാക്ടോറിയൽ ഉണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു n plus 1 ഫാക്ടോറിയൽ എന്നുള്ളതിനെ n plus 1 ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n plus 1 by 3 എന്നുള്ളതാണ്. ആസ് n goes to infinity the numerator will go to infinity and the denominator is a constant. So this limit is infinity. If the limit is infinity, ratio test പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഡൈവർജൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. Now the next problem. Summation over n by 2 power n കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ an എടുത്തു. an is n by 2 power n ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് 0 ആവില്ല. ഇനി an പ്ലസ് 1 എന്ന് പറയുമ്പോൾ n പ്ലസ് 1 ബൈ 2 പവർ n പ്ലസ് 1. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an പ്ലസ് 1 ബൈ an ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1ൻ്റെയും anൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വീണ്ടും താഴെയുള്ള an ഒരു ഫ്രാക്ഷനാണ്, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹിയർ 2 പവർ n പ്ലസ് 1 ഇവിടെയുണ്ട്, 2 പവർ n ഇവിടെയുണ്ട്. ക്യാൻസൽ ചെയ്ത് ഒരു 1/2 താഴെ ഉണ്ടാവും, ഒരു 1/2 ഉണ്ടാവും ഇവിടെ. ദെൻ n പ്ലസ് 1 ബൈ n. ഓക്കെ, അതങ്ങനെ തന്നെ ഞാൻ നിർത്തി. സോ ദിസ് ഇസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ 2n ആൻഡ് ദിസ് വിൽ ഗോ ടു 1/2 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഹിയർ L, the limit of an plus 1 by an, absolute value of an plus 1 by an converges to 1/2 which is less than 1 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഈ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. സമ്മേഷൻ ഓവർ n റേസ് ടു n ബൈ n ഫാക്ടോറിയൽ. നമ്മൾ മുമ്പൊരു പ്രോബ്ലം ചെയ്തു n ഫാക്ടോറിയൽ ബൈ n റേസ് ടു n. ഇവിടെ n റേസ് ടു n ബൈ n ഫാക്ടോറിയൽ. ഇവിടെ a എന്ന് പറയുന്നത് n റേസ് ടു n ബൈ n ഫാക്ടോറിയൽ പോസിറ്റീവാണ്. ആൻഡ് an പ്ലസ് 1 എന്ന് പറയുമ്പോൾ ൻ്റെ സ്ഥാനത്ത് n സ്ഥാനത്ത് n പ്ലസ് 1 എടുത്തു. സോ n പ്ലസ് 1 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ. ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി absolute value of an plus 1 by an is equal to limit n tends to infinity n plus 1 to the power n plus 1 by n plus 1 factorial whole divided by n raised to n by n factorial. So fraction കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So we will get an expression like this: n plus 1 to the power n plus 1 by n plus 1 factorial into n factorial by n raised to n. ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കുക. ദിസ് n പ്ലസ് 1 ഫാക്ടോറിയൽ ആൻഡ് n ഫാക്ടോറിയൽ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് ആകെ അവിടെ ബാക്കിയുണ്ടാവുക ഒരു n പ്ലസ് 1 ആണ്. ആ ഒരു n പ്ലസ് 1ഉം മുകളിലുള്ള n പ്ലസ് 1 ടു ദ പവർ n പ്ലസ് 1ലെ ഒരു n പ്ലസ് 1ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് ദിസ് ഇസ് സെയിം ആസ് limit of n plus 1
to the power n by n raised to n. അതായത് limit of n plus 1 by n to the power n, which is same as limit of 1 plus 1 by n the whole power n. And ഞാൻ മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് e ആണ്. ആൻഡ് e ഈസ് ഗ്രേറ്റർ ദാൻ 2, സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1. If the limit is greater than 1, then by ratio test the given series diverges. It diverges. Okay. അപ്പോൾ ഇങ്ങനെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ഹൈപ്പോത്തസിസിൽ വേണ്ട കാര്യങ്ങൾ എല്ലാം കെയർഫുള്ളായി നോക്കിയതിന് ശേഷം മാത്രം ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.